നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക ആദരം. ക്രമസമാധാന പാലനത്തിൽ മികവ് പുലർത്തിയ സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. നടപടി ക്രമസമാധാന വിഭാഗം ADGPയുടേത്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക ആദരം എന്നുള്ള രീതി ആണല്ലോ വന്നിട്ടുള്ളത്. ഗുഡ് സർവീസ് എൻട്രി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറുവശത്തെ ഈ പ്രതിപക്ഷം ശക്തമായി ഈ വിഷയത്തെ ആരോപിച്ചിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസ് നടപടി വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിനിടെ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഗുഡ് സർവീസ് എൻട്രി നൽകും എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നന്ദു, പ്രതിഷേധക്കാരെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മർദ്ദിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അതായത് കൃത്യമായി മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതായിരുന്നു തങ്ങളുടെ നയം, ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലീസുകാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. അത് തന്നെയാണ് ഈ ഗുഡ് സർവീസ് എൻട്രിയുടെ വ്യക്തമാകുന്നത്. ഈ ഗുഡ് സർവീസ് എൻട്രി ഏറ്റവും സാധാരണക്കായ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ IGP റാങ്കിൽ, അതായത് ഇൻസ്പെക്ടർ ജനറൽ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് നൽകേണ്ടത്. അതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇവർക്ക് ഗുഡ് സർവീസ് എൻട്രിക്ക് പുറമെ പാരിതോഷികം നൽകേണ്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ പട്ടിക തയ്യാറാക്കി നൽകാൻ കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവർക്ക് അതുകൂടി അനുവദിക്കണം എന്നുള്ളതാണ്. അതായത് ഈ തല്ലിയവർക്ക് അനുമോദനം മാത്രമല്ല, അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ പാരിതോഷികമുണ്ട് അതുകൂടി അനുവദിച്ചുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്ന നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചത്. നമുക്ക് അറിയാം, പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ ശേഷം ഇന്നലെ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ചേശ്വരത്ത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിച്ച നവകേരള സദസ്സിനെതിരെ നടന്ന അതിലെ പ്രതിഷേധക്കാർക്കെതിരെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ, പോലീസിന്റെ നടപടിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുഡ് സർവീസ് എൻട്രി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നത്. ഏറ്റവും രാഷ്ട്രീയമായി എടുത്ത തീരുമാനമെന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇത്തരം ഒരു നീക്കം. പ്രത്യേകിച്ച് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചത് വളരെ ശരിയാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കൂടി ഭാഗമാണ് ഈ നീക്കം. അതുകൊണ്ടാണ് ഇത്തരം വലിയ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായതെന്നുള്ളത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഉറപ്പാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് നൽകും എന്നുള്ള ഏറ്റവും വിരോധാഭാസകരമായ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം പോലീസുകാർ മാത്രമല്ല പ്രതിഷേധക്കാരെ മർദ്ദിച്ച, പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് DYFIക്കാർ ഒന്നടങ്കം ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ കൂടി അംഗീകരിച്ച് അവർക്ക് കൂടി പാരിതോഷികം നൽകാൻ തയ്യാറാകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ, അത്തരം വിമർശനങ്ങൾ കൂടി ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒട്ടും ആശ്വാസകരമല്ലാത്ത നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സമാനമായ രീതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ആ അംഗീകാരം ആര് നൽകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയമായി വിഷയം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കൂടുതൽ പ്രകോപനപരമാകുന്ന ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ നീക്കത്തെ ഏതായാലും കോൺഗ്രസ് സർവ്വശക്തിയും എടുത്ത് ഇതിനെ എതിർക്കുമെന്ന് ഉറപ്പാണ്. നിയമപോരാട്ടം നടത്തുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരും. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. സർക്കാർ സുഗമമായ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, രക്ഷാപ്രവർത്തനം ഏത് തരത്തിലാണ് എന്ന് സർക്കാർ ചിന്തിക്കേണ്ട സമയമായി എന്ന വിമർശനമാണ് പല സഭാ നേതൃത്വങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും സർക്കാർ ഇത്തരം പ്രതിഷേധങ്ങളിലോ അത്തരം പ്രകോപനങ്ങളിലോ വീഴാതെ തങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് പ്രതിപക്ഷത്തോടക്കം സാധാരണ ജനങ്ങളോടക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വെച്ചിരിക്കുന്നത്. നന്ദു.